അന്നത്തെ മാനേജർ ബാബു സേട്ടിൻ്റെ അംഗീകാരത്തോടുകൂടി ആരംഭിച്ച ഒരു അസോസിയേഷനാണിത്. കാര്യം മറ്റൊന്നുമല്ല, അദ്ദേഹം ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. എന്ന് വെച്ചാൽ പണ്ട് പഴയ കാലങ്ങളിൽ ഞാനൊരു ആനിവേഴ്സറി നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹം പറഞ്ഞു 7:30-8 മണിയായി തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഒരു 9 മണിക്ക് പരിപാടി തീരും. പക്ഷേ നിങ്ങളെല്ലാം ഉണ്ടായിരുന്ന സമയം അതിന് മുൻപും രാത്രി 1 മണി വരെയെല്ലാം ആനിവേഴ്സറി ഓരോരോ പരിപാടികൾ കൊണ്ട് ഇങ്ങനെ നീണ്ടുപോകുമായിരുന്നു. പക്ഷേ അതെല്ലാം പോയി. മാത്രമല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷം 87-ൽ 1-ാം ക്ലാസ്സിലേക്കും 5-ാം ക്ലാസ്സിലേക്കും കുട്ടികളുണ്ടാവില്ല. അപ്പോൾ ഓരോ ഡിവിഷനുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോയി അവസാനം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വിദ്യാലയം അടച്ചു പൂട്ടേണ്ടതായി വരും എന്ന് അദ്ദേഹം അറിയിച്ചു. അതിനുശേഷം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും ചെയ്താൽ വളരെ നന്നായിരിക്കും. കാരണം ഈ വിദ്യാലയത്തിൻ്റെ ആരംഭം ആ രീതിയിലുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിപ്പിച്ച് ഈ സ്കൂളിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. ഇസ്മായിൽ ഐസസേട്ട് എന്തിനു വേണ്ടിയാണ് ഈ വിദ്യാലയം ആരംഭിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചു വന്നു. അതിനുശേഷമാണ് അങ്ങനെ അന്ന് കഴിയുന്നിടത്തോളം ആളുകളെ വിളിച്ചു കൂട്ടി ഒരു 150 പേരുണ്ടായിരുന്നു. അത് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. അന്ന് പ്രവർത്തന രംഗത്ത് ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും ഉണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ ബഹുമാന്യനായ പ്രസിഡൻറ്റ് റഫീഖ്